പുട്ടിന് എപ്പോഴും കോമ്പിനേഷനായിട്ട് വരുന്ന പുട്ടും കടലയും പുട്ടും പഴവും പിന്നെ പുട്ടും ഇറച്ചിക്കറിയും കഴിക്കും. എന്നാൽ ഈ ഇറച്ചിക്കറി ഉണ്ടാക്കാതെ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കിയാലോ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കണം. എല്ലാ പുട്ടിൻ്റെ കോമ്പിനേഷനും എനിക്കിഷ്ടമാണ്, പക്ഷേ ഇറച്ചിപ്പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഏറ്റവും ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇറച്ചിപ്പുട്ടിന് വേണ്ടി ഞാൻ 2 ചെറിയ സവോള കട്ട് ചെയ്തെടുത്തു, ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, 2-3 പച്ചമുളകും മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. ആ ഒരു ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ, വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ വേണമെങ്കിലും അതിനായിട്ട് എടുക്കാം. ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് കടുകും പെരിഞ്ജീരകവും, ഈ നോൺ വെജിനെല്ലാം ഏറ്റവും ചേരുന്ന ഒരു സാധനമാണ് പെരിഞ്ജീരകം. കടുക് വറക്കുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു വിഭവത്തിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ സവോള ഇട്ടു. സവോള വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം സവോള വഴന്ന് കിട്ടും. സവോള വഴന്ന് വന്നപ്പോഴത്തേന് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് കൂടി ഇട്ടു. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കാം. വഴന്ന് വന്നിട്ട് തക്കാളിയുടെ വെള്ളം എല്ലാം ഇറങ്ങി ഇതൊന്ന് സ്മൂത്തായിട്ട് വരും. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മുടെ തക്കാളിയും സവോള എല്ലാം വഴന്ന് നല്ല സ്മൂത്തായി വന്നപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടു. ഇനി ഈ പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. തീ കുറച്ച് വെച്ച് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇത് കുക്കറിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് 4-5 വിസിലടിച്ച് വേവിച്ച് ഈ ഒരു പാത്രത്തിലിട്ട് പറ്റിച്ചെടുത്ത നമ്മുടെ ബീഫാണ്. ബീഫ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നമുക്ക് ആ വഴറ്റിയതിനകത്തോട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ബീഫ് വേവിച്ചിട്ട് നമ്മളത് ഡ്രൈ ആക്കി എടുത്തായിരുന്നു ഒരു പാത്രത്തിൽ ഇട്ടിട്ട്. വെള്ളം എല്ലാം പറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും എല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കാം. ഇനി ഒരു മയത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ആ ഒരു മസാലയും ബീഫും എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേൻ്റെ ആവശ്യമുള്ളൂ, കാരണം ആവശ്യത്തിന് വെന്ത് പറ്റിയിരിക്കുന്ന നമ്മുടെ ബീഫാണ്. ഇനി ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വറുത്ത ബീഫ് ഉണ്ടെങ്കിൽ അതും ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു മസാല കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് വേണ്ടുന്ന തേങ്ങ തിരികെ എടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് തിരുമ്മിയെടുക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു. ഇനി നമുക്ക് പുട്ടുപൊടി നനയ്ക്കണം. പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പുട്ടും ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ പുട്ടുകുറ്റിയുടെ അടിയിലിടും. ഇവിടെ മസാല ഇടുന്നത് കൊണ്ട് നമ്മൾ ഈ തേങ്ങ നമ്മുടെ പുട്ടുപൊടിക്കകത്ത് തന്നെ ഇട്ട് ഇളക്കുകയാണ്. അതാണ് ഏറ്റവും ടേസ്റ്റ്. അതാണ് ഈ പുട്ടിൻ്റെ പ്രത്യേകതയും. തേങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഈ പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കും. അപ്പോൾ തേങ്ങയുടെ നനവ് കൊണ്ട് കുറച്ച് പുട്ടുപൊടി നനയും. ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുട്ടുപൊടിക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടുപൊടി നനയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കണം, ഒത്തിരി വെള്ളം ആയി പോകരുത്. ചെറിയ കുഴച്ച് നനച്ച് എടുക്കുക. എല്ലാവർക്കും പുട്ടുപൊടിയൊക്കെ നനയ്ക്കാനറിയാം, അതുകൊണ്ടാണ് സ്പീഡിൽ വീഡിയോ ഇട്ടത്. ഇനി നനച്ച പുട്ട് നമുക്ക് സോഫ്റ്റായിട്ടൊരു പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം. അത് എല്ലാവർക്കും ആ ടിപ്പ് അറിയാമെന്ന് തോന്നുന്നു. പുട്ട് സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. അതിനായിട്ട് ഞാൻ ആ പുട്ടുപൊടി എടുത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല ഡബിൾ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വാരി ഇടുമ്പോൾ അങ്ങനെ കിടക്കണം, പക്ഷേ ഉരുട്ടുമ്പോൾ നല്ല ഉരുളയായിട്ട് വരണം. പൊടിച്ചിടുമ്പം അങ്ങനെ വരണം. അതാണ് പുട്ടിൻ്റെ ഏറ്റവും കറക്റ്റ് ഒരു നനവെന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയെല്ലാം നനച്ചെടുത്തു. നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു ചിരട്ടപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഒരു നീളത്തിലുള്ള പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചില്ലിട്ടു, എന്നിട്ട് നമ്മുടെ മസാലയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മസാല ഇട്ടതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. അത് എത്രയും മസാല ഇട്ടോ അതിൻ്റെ അത്രയും തന്നെ പുട്ടുപൊടി ഇട്ടു, വീണ്ടും മസാല നിറച്ചു, വീണ്ടും പുട്ടുപൊടി ഇട്ടു. ഇങ്ങനെ മുകളിലും താഴിലും നമ്മുടെ മസാല വരണം. അങ്ങനെ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതെല്ലാം നിറച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ പുട്ടിന് ആവി വരുത്താം. പുട്ടുകുടത്തിൽ വെള്ളം തിളച്ച് വന്നു, അതിൽ നമ്മൾ പുട്ട് വെച്ച് കൊടുത്തു. ഇനി ചിരട്ടപ്പുട്ടിൽ നമുക്ക് നിറയ്ക്കാം. ഇതുപോലെ തന്നെ ചില്ലിട്ടിട്ട് താഴെ നമ്മുടെ മസാല വെച്ചു, അതിൻ്റെ മുകളിൽ പുട്ട് പൊടിയിട്ടു, വീണ്ടും മുകളിൽ മസാല വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചിട്ട് അതിനും നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അത് നമ്മൾ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത്. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്, ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ട് രീതിയിലും നമുക്ക് ഈ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, നല്ലതുപോലെ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഇറച്ചിപ്പുട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുട്ടുകുറ്റിയിൽ വെച്ച പുട്ടും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പുട്ടൊന്ന് പുറത്തോട്ട് തള്ളി ഇടാം. അതിനായിട്ട് അതും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് പുട്ടും നല്ല സോഫ്റ്റായിട്ട് ഏത് രീതി വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഈ ചിരട്ടപ്പുട്ടാണ്, അതിനാണ് ഈ ചിരട്ടപ്പുട്ട് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയും കൂടെ. പുട്ടിന് എപ്പോഴും കോമ്പിനേഷൻ നല്ല കട്ടൻ കാപ്പിയാണ്. ഇറച്ചിപ്പുട്ടും കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.